ഹായ്, അങ്ങനെ അടുത്ത ഒരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ്. സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ദിവസം. അപ്പോൾ വ്യാഴാഴ്ചകളിൽ റിലീസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ചകളിൽ, അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് ഡിസംബർ മാസം 12 തീയതിയാണ്. ഇന്ന് റിലീസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റിലീസ് ഉണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഡിസംബർ മാസം 12, 13 ദിവസങ്ങളിൽ, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 13ഓളം റിലീസുകൾ, ഇന്നും നാളെയായിട്ട് ഏകദേശം 13ഓളം തിയേറ്റർ റിലീസുകൾ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച പുഷ്പ റിലീസ് ചെയ്തു. അതിനു മുമ്പേ നമ്മുടെ മലയാളത്തിൽ നിന്നും പിന്നെ നമ്മുടെ സൂക്ഷ്മദർശിനി, അതുപോലെ തന്നെ ഹലോ മമ്മി സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ആ സിനിമകളൊക്കെ എപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുഷ്പയാണ് ഒരു ഗ്രാൻഡ് റിലീസ് ആയിട്ട് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ പറയാ, നല്ല 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി അടിപൊളിയായിട്ട് നല്ല അടിപൊളി വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുഷ്പ എന്ന സിനിമ. അതിനുശേഷം ഈ ഒരാഴ്ച അധികം റിലീസുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 13ഓളം റിലീസുകൾ ഈ ഒരാഴ്ച, ഇന്നും നാളെയായിട്ട് 13ഓളം റിലീസുകളുണ്ട്. ചെറിയ സിനിമകളും വലിയ സിനിമകളും ഒക്കെ ആയിട്ട് 13ഓളം റിലീസുകൾ ഇന്നും നാളെയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിനു മുമ്പേ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള, അതായത് തിയേറ്റർ റിലീസുകൾ, അതുപോലുള്ള അപ്ഡേറ്റുകൾ, കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നും നാളെയും തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന, ഇന്ന് റിലീസ് ചെയ്തതും നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ദളപതിയാണ്. ദളപതിയുടെ റീറിലീസാണ്. ഇവിടെ രജനീകാന്തിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്ന സിനിമയാണ്. ഇന്ന് റിലീസ് ചെയ്തു ഓൾറെഡി. ഇന്ന് ഈ ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഡിസംബർ മാസം 12 ഈ ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഡിസംബർ മാസം 13 ബാക്കി 12 സിനിമകൾ റിലീസ് ചെയ്യുന്നുള്ളത്. ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഭരത്, അഭിരാമി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ്. നാളെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഒരു എയർ സർട്ടിഫിക്കറ്റ് മൂവിയാണ് ഈ സിനിമ എന്നുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹെററ്റിക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസംബർ മാസം 13 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. തിയേറ്റർ റിലീസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അടുത്ത മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട റിലീസാണ്. രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു രുതിരം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ട്രെയിലറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നാളെ ഡിസംബർ മാസം 13 ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്തായാലും കണ്ടിട്ട് എത്രയും പെട്ടെന്ന് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിദ്ധാർത്ഥ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് മിസ് യു എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസം റിലീസ് പ്രഖ്യാപിച്ച സിനിമയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു ഈ സിനിമ. ഈ സിനിമ പിന്നെ ഇപ്പോൾ റിലീസിങ് തയ്യാറെടുക്കുകയാണ്. ഡിസംബർ മാസം 13 നാളെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. സൂത് കാവു 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവ, കരുണാകരൻ, SJ അർജുൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ നാളെ ഡിസംബർ മാസം 13 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ദെൻ ചെന്നൈ എന്നാണ് സിനിമയുടെ പേര്. ഒരു കൊച്ചു സിനിമയാണ്. വലിയ താരനിരകളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. നാളെ ഡിസംബർ മാസം 13 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് സിനിമയാണ്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. അന്തനാൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസംബർ മാസം 13 നാളെയാണ് ഈ ഒരു സിനിമയുടെ റിലീസ് വരുന്നത്. അടുത്തൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. വിടിഞ്ഞ എനക്കു കല്യാണം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും നാളെ ഡിസംബർ മാസം 13 റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിക്രാന്ത് മാസി, മേധാ ശങ്കർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുക സീറോസെ റീസ്റ്റാർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഹിന്ദിയിൽ ഡിസംബർ മാസം 13 നാളെ റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ജീവൻ എന്ന് പറഞ്ഞ സിനിമ. സിനു സിദ്ധാർത്ഥ്, പ്രീതി ക്രിസ്റ്റീന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. വിനോദ് നാരായണനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയും നാളെ ഡിസംബർ മാസം 13 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ലോർഡ് ഓഫ് ദ റിങ്സ്, ദ വാർ ഓഫ് ദ രോഹിരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആനിമേഷൻ മൂവിയാണ്. ഡിസംബർ മാസം 13 അതായത് നാളെ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജിയോ ബേബി, കൈലാഷ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമ കള്ളം എന്ന് പറഞ്ഞ സിനിമ. അനുറാമാണ് ഈ ഒരു സിനിമയുടെ സംവിധായകനായിട്ട് വന്നിട്ടുള്ളത്. ഈ സിനിമയും നാളെ ഡിസംബർ മാസം 13 റിലീസ് ചെയ്യുന്നതാണ്. നാളെ ഇത്രയും സിനിമകളാണ് ഇന്നും നാളെയായിട്ട് 13ഓളം റിലീസുകളാണ്. 13ഓളം റിലീസുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്നുള്ളത് രുതിരം മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ നിന്നുള്ള തമിഴിൽ നിന്ന് ഒരുപാട് സിനിമകളുണ്ട്. മലയാളത്തിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ സിനിമകൾ ഒരുപാട് നാളെ റിലീസ് ചെയ്യുന്നുണ്ട്. ചെറിയ കുറഞ്ഞ സ്ക്രീനുകളിലൊക്കെ ആ സിനിമകളൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ തിയേറ്ററിൽ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്തായാലും ഓരോ സിനിമകൾ കണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.